ഹായ് ഗൈസ്, ഉത്സവവും കല്യാണമൊക്കെ വ്ളോഗ് ചെയ്ത് മടുത്തു. എന്നാ വിചാരിച്ചൊരു സിനിമ അങ്ങ് വ്ളോഗ് ചെയ്താലൊന്ന്. നേരെ പോന്നു വനത് വിനീതിലേക്ക്. നമ്മുടെ ആറട്ടണ്ണനും പേരൊക്കെ ജനിച്ചത് ഈ തിയേറ്ററിനാണ്. എന്റെ ഭയം കൊണ്ട് ഈ അപരാധങ്ങളൊന്നും ഞാൻ സിനിമ കാണാൻ വന്നപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലി PVR-നേക്കാൾ ഇഷ്ടം വനത് വിനീത്. അതാകുമ്പോൾ നമുക്ക് പോപ്കോണും കാര്യങ്ങളൊക്കെ ചെറിയ റേറ്റിന് മേടിക്കുകയും ചെയ്യാം. ബാക്കി എന്താ വരാതെ നമുക്ക് സഹിക്കും. പക്ഷെ ആലി ചേച്ചിയുടെ ഇത് സിനിമ ടിക്കറ്റ് അല്ല, ടൂത്ത് പേസ്റ്റ് എന്നുള്ള പരസ്യം. എന്റെ പൊന്നോ. അങ്ങനെ ആ പരസ്യം കഴിഞ്ഞ് നേരെ സിനിമ തുടങ്ങി. നമ്മുടെ ലവ് ടുഡേയിൽ അവന്റെ സെയിം പടമാണ്. അപ്പൊ ആ സെയിം എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ഡ്രാഗനും കാണാൻ വന്നത്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നൈസ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് പൊളിച്ചു. എനിക്ക് പേഴ്സണലി പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങളും പോയി ഒന്ന് കണ്ടുനോക്കും. പിന്നെ ഇതിന്റെ ടൈറ്റിൽ ടെംപ്ലേറ്റ് ഡ്രാഗൺ ബോക്സിയുടെ സെയിം ടെംപ്ലേറ്റ് ആണെന്ന് എനിക്ക് മാത്രമാണോ തോന്നുന്നത്. ശരത്ത് എങ്ങനെ ഉണ്ടായിരുന്നു പടം? പറയൂ അമ്മല്ലേ, പറയൂ എങ്ങനെ ഉണ്ടായി പടം? ഫാൻ ബോയ് ഡ്രാഗന്റെ ഫാൻ ബോയ് ആയി. നീയാ? എല്ലാവരും ഫാൻ ബോയ്. പടം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഊണ് കഴിക്കാനായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ. പക്ഷെ 3 മണിക്ക് ഒരു കടയിൽ ഊണ് കിട്ടില്ലല്ലോ. അപ്പൊ നെയ്ച്ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഫുഡ് കഴിച്ച് ഹെവി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇവന്മാർ പറഞ്ഞ ടർഫ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ടർഫിൽ പോയിട്ട് കളി തുടങ്ങി. പാടത്ത് കളിക്കുമ്പോൾ പന്തടിച്ച് തെങ്ങിന്റെ മുകളിൽ കളയണം. ടർഫിൽ വന്ന പന്തടിച്ച് കമ്പയുടെ മുകളിൽ കളയും. എന്നിട്ട് ആ പന്തെടുക്കാൻ ഞങ്ങൾ താഴെ നിന്ന് പഠിച്ച പണി വന്നിട്ട് നോക്കി. പക്ഷെ പന്ത് മാത്രം വന്നില്ല. അതിനിടയിൽ ഇവൻ താഴെ നിന്ന് പന്തിനെ മാടി വിളിക്കുന്നു. അവസാനം ഞങ്ങൾ ആ മെഷീൻ ഉപയോഗിച്ചിട്ട് കളി റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കളിയും കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ അമ്പൂർ കിച്ചണിൽ പോയി. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു അൽഫാമിന്റെ കറി അങ്ങ് പറഞ്ഞു. ആ കറിയുടെ മുകളിൽ ഒരു ഓംപ്ലേറ്റ് ഉണ്ടപ്പോൾ ഞാൻ ഞെട്ടി. പിന്നെ എനിക്ക് ഇച്ചിരി ആവേശം കൂടുതലായതുകൊണ്ട് അത് വലിച്ചിട്ട് ചൂട് കാരണം അത് പൊട്ടി താഴെ വരും. ഏതൊക്കെ കറി പറഞ്ഞാലും മാമോറിലെ ബീഫ് ഗ്രേവിനെ എല്ലാം വേറെ ഒരു കറിയില്ല. ആ ചപ്പാത്തിയുടെ ആ ബീഫ് ഗ്രേവി വെച്ചിട്ട് അതിൻ്റെ കൂടെ അൽഫാമിന്റെ ഒരു പീസും വെച്ച് മടക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ മോനെ, സ്വർഗ്ഗമാണ് സ്വർഗ്ഗം. അങ്ങനെ 2 ചപ്പാത്തി തീർന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായ, കറിയുടെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലാണ്. പിന്നെ അതും പാഴ്സലാക്കി നേരെ വീട്ടിൽ പോയി. പോണ വഴിക്കാണ് ദിവനെ കണ്ടത്. അവനാണെങ്കിൽ ഒരു കുട്ടി പിന്നീന്ന് ഇട്ടിട്ട് വിൻഡോയുടെ ഉള്ളിൽ കൂടെ തലയും പുറത്തിട്ട് കാറ്റും കൊണ്ട് വീട്ടിൽ പോകാൻ തോന്നുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ 11:30. പക്ഷെ സമയം ഒന്നും പ്രശ്നമല്ല. ഞാൻ കൊണ്ടുവന്നത് തിന്നോക്കണ്ട, അമ്മയ്ക്ക് ഉറക്കേ വരണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ പോയിട്ട് ഇതേപോലത്തെ വേറെ വീഡിയോ ഇട്ട് വരാം. നിങ്ങൾ സബ്സ്ക്രൈബോ ഫോളോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓക്കെ, ബൈ.